ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെ ആകാംക്ഷയുടെ മണിക്കൂറുകളിൽ എൻഡിഎയും ഇന്ത്യ സഖ്യവും വലിയ വിജയപ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോളുകൾ എൻഡിഎക്ക് വൻ നേട്ടം പ്രവചിക്കുമ്പോൾ തുടർച്ചയായി മൂന്നാം തവണയും മോദി അധികാരം പിടിക്കുമോ അതല്ല ഇന്ത്യ സഖ്യം അപ്രതീക്ഷിത മുന്നേറ്റം നടത്തുമോ എന്നാണ് ആകാംക്ഷയോടെ രാജ്യം കാത്തിരിക്കുന്നത്. ദില്ലിയിൽ നിന്ന് സ്വാതിയാണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. നമുക്ക് നോക്കാം ഈ അവസാന മണിക്കൂറുകളിൽ രാജ്യത്തിന്റെ ചിന്ത, ആകാംക്ഷ എങ്ങനെയെന്ന്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സ്വാതി, അവസാന മണിക്കൂറുകളിലാണ് ഏപ്രിൽ 19 തുടങ്ങിയ ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. 7 ഘട്ടം പൂർത്തിയായി, വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, എക്സിറ്റ് പോളുകളൊക്കെ വന്നിരിക്കുന്നു. ഈ അവസാന മണിക്കൂറുകളിൽ മുന്നണികളുടെ വിജയപ്രതീക്ഷകൾ, എക്സിറ്റ് പോളുകൾ വച്ചുള്ള അനലിസ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? മനു സൂചിപ്പിച്ച പോലെ തന്നെ 2.5 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒടുവിൽ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആ ഫലം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മുന്നണികൾ. വലിയ ആവേശത്തിൽ, വലിയ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നതിന് പിന്നാലെ വലിയ ആവേശത്തിൽ BJP മുന്നോട്ട് പോകുന്നുണ്ട്. BJP കേന്ദ്രങ്ങളിൽ വലിയ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇന്ത്യ മുന്നണിയും അതിനപ്പുറത്തേക്ക് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തള്ളിക്കൊണ്ട് മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്നൊക്കെ എക്സിറ്റ് പോൾ വന്നപ്പോൾ അതിനെല്ലാം തള്ളിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയോടെ 295 സീറ്റോളം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇനി നാളെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇത്രയും നാളത്തെ പ്രചരണത്തിനൊക്കെ ഒടുവിൽ എന്തായിരിക്കും ഫലം എന്നറിയാൻ നാടൊട്ടാകെ കാത്തിരിക്കുകയാണ്. രാജ്യം ആര് ഭരിക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള മണിക്കൂറുകൾ മാത്രമാണ്. വളരെ എല്ലാവരും വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നാളെ 8 മണിയോടെ ആയിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യം എന്തായാലും ബാലറ്റ് വോട്ടുകളായിരിക്കും എണ്ണുക, പിന്നീടായിരിക്കും EVM വോട്ടുകൾ എണ്ണി തുടങ്ങുക. കൃത്യമായ സജ്ജീകരണങ്ങൾ എല്ലായിടത്തും വോട്ടെണ്ണലിൽ കൃത്യമായ സജ്ജീകരണങ്ങളൊക്കെ തന്നെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മുന്നണികൾ വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, വലിയ പ്രചരണങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ ഒരു വശത്ത് കിടക്കുമ്പോൾ ജനകീയ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രചരണം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ കെജ്രിവാളിൻ്റെയൊക്കെ സ്വാധീനം എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതൊക്കെ കാണാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ കേന്ദ്രങ്ങളിലും കൃത്യമായി തന്നെ വോട്ടെണ്ണൽ സുതാര്യമാക്കണം എന്നതടക്കം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വോട്ടിംഗ് കേന്ദ്രങ്ങളിലും കൃത്യമായി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തന്നെയായിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുക. എന്തായാലും ഈ ഘട്ടം 543 മണ്ഡലങ്ങളിൽ ആരൊക്കെ വിജയികളാവും, ആരൊക്കെ ജയിക്കുമെന്ന് കാത്തിരിക്കുക തന്നെയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് മുന്നണികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ വോട്ടെണ്ണൽ സംബന്ധിച്ച അട്ടിമറികളൊക്കെ ഉണ്ടാകാതിരിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും വേണമെന്ന് ഇന്ത്യ മുന്നണി എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ തന്നെയും ഉച്ചയ്ക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ ഈ വിഷയങ്ങളൊക്കെ തന്നെയും സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. ഉച്ചയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് വോട്ടെണ്ണലിൻ്റെ സജ്ജീകരണങ്ങൾ, അവസാനഘട്ട സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ സംസാരിക്കും ഉച്ചയോടെ. എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ അറിയാം ആരായിരിക്കും രാജ്യം ഭരിക്കുക എന്നുള്ളത്. മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിലെത്തുമോ അതേസമയം ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം മുന്നിലേക്ക് എത്തുക എന്നുകൂടി നാളെ കണ്ടറിയാം മനു. തീർച്ചയായും സ്വാതി, ഇപ്പോൾ ഈ എല്ലാവരുടെയും സംസാരം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചാണല്ലോ. എക്സിറ്റ് പോളിൽ NDAയ്ക്കാണ് മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്ന പ്രവചനമാണ് കൂടുതൽ ചാനലുകൾ, കൂടുതൽ സർവേകളൊക്കെ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ എക്സിറ്റ് പോളുകളെ അത്ര കണ്ട് നമ്മൾ അങ്ങനെ വിശ്വാസത്തിലെടുക്കുകയും അതിൽ അഭിരമിക്കുകയും വേണോ? കാരണം സ്വാഭാവികമായും ഭരിക്കുന്ന പാർട്ടികൾക്ക് അനുകൂലമായിട്ടാണ് പലപ്പോഴും എക്സിറ്റ് പോളുകൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. മാധ്യമങ്ങളൊക്കെ വലിയ വെല്ലുവിളികൾ നേരിടുന്നൊരു കാലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിനപ്പുറത്തേക്ക് അവർ പറയുമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, 2004 ഈ വന്ന എക്സിറ്റ് പോളുകളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അന്ന് എല്ലാവരും NDAയ്ക്ക് ഭരണം പ്രവചിച്ചതാണ്. പക്ഷേ UPA ആണ് അധികാരത്തിൽ വന്നത്. അങ്ങനെയുള്ള ചരിത്രമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്.
തീർച്ചയായും മനു, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ അങ്ങോട്ട് അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയണം. കാരണം ഈ പറഞ്ഞ പോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അമ്പേ പാളിയ ചരിത്രമൊക്കെ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് എന്ത് സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്ത് ശാസ്ത്രീയ വശമാണ് അതിനകത്തൊക്കെ ഉള്ളത് എന്നുള്ളത് കൂടുതൽ പരിശോധിക്കണം. അത് എൻ ഡി എക്ക് തന്നെ വലിയ അവർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ളൊരു ഫലമാണ് കഴിഞ്ഞ ദിവസം കേരളത്തെ സംബന്ധിച്ചൊക്കെ പുറത്തു വന്നത്. അത്തരത്തിൽ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളിലെ എല്ലാ ഏജൻസികളും പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലം ഈ ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരികൾക്ക് അനുകൂലമായിട്ടുള്ള ഫലം തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിനെ ഒന്നും ഒരു തരത്തിലും വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. എൻ ഡി എ മൂന്നാമതും അധികാരത്തിൽ വരുമെന്നാണ് ഇപ്പോൾ എക്സിറ്റ് ഫലം പറയുന്നത്. 353 മുതൽ 390 വരെ സീറ്റുകൾ നേടുമെന്നുള്ള അവകാശവാദമൊക്കെ അവർ ഉന്നയിക്കുന്ന സമയത്ത് ഇന്ത്യ മുന്നണിക്ക് 150ഓളം സീറ്റുകൾ 130ഓളം സീറ്റുകളൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. എന്നിരുന്നാലും 295 സീറ്റോളം തന്നെ നേടിക്കൊണ്ട് ഇന്ത്യ മുന്നണി അട്ടിമറി വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഒന്നും എന്തായാലും ഇന്ത്യ മുന്നണിയോ കക്ഷി നേതാക്കളോ ഒന്നും തന്നെ വകവയ്ക്കുന്നില്ല. അവർ വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. നമുക്ക് ഈ ചരിത്രം കഴിഞ്ഞ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. 2014 അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ വിശ്വാസ്യതയൊന്നും നമ്മളിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. നാളെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ജനങ്ങൾ എങ്ങനെയായിരിക്കും ഈ വിധി എഴുതിയിട്ടുണ്ടാകുക, പ്രത്യേകിച്ചും രാഷ്ട്രീയ വലിയ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ അട്ടിമറിക്കാൻ വേണ്ടി ജനങ്ങൾ കൃത്യമായ തരത്തിൽ തന്നെയായിരിക്കും വിധി എഴുതിയിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല മനു.